ഇവിടെ ശ്രീ സേനാപതി വേണു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുക ഇതൊക്കെ പൊതുജനം വിലയിരുത്തുന്നുണ്ട്, പൊതുജനം വിലയിരുത്തും എന്ന് പറയുക. നിങ്ങൾ ഭരണപക്ഷത്താകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഇത്തരം ആക്ഷേപം വരുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇതൊന്നും പൊതുജനത്തിൻ്റെ പ്രശ്നമല്ല, പൊതുജനം ഇതൊന്നും വിലയിരുത്തില്ല, ഇതെല്ലാം രാഷ്ട്രീയ ശത്രുക്കളുടെ മാത്രം അലിഗേഷൻസാണ്, ആഖ്യാനമാണ് അല്ലെ വ്യാഖ്യാനമാണ് എന്ന് പറയുന്നതിലൊരു ശരിയില്ലായ്മയില്ലേ? ഒന്ന് ശരത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബെന്നി തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എന്താ പറഞ്ഞത് സണ്ണി ജോസഫിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചതിന് ശേഷമല്ല. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി നിരവധി വർഷങ്ങൾ, വളരെ ചെറുപ്പത്തിലെ തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അദ്ദേഹം പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നാളെ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജില്ലയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒക്കെ എത്തേണ്ട ആൾ. അദ്ദേഹം സണ്ണി ജോസഫ് എന്ന തൻ്റെ ഭാര്യ സഹോദരനുമായി ചേർന്ന് ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും നേടിയിട്ടുള്ള ആളല്ല. അദ്ദേഹം 2 വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലൊരു പ്രാവശ്യം അദ്ദേഹം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ശ്രീ സുമേഷിനറിയാമല്ലോ. 92% വോട്ടുകൾ ഒരു പഞ്ചായത്ത് വാർഡിൽ അദ്ദേഹം 1004 1005 വോട്ട് എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ 92% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച ഒരാളാണ്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ ശ്രീ സജീവൻ സാർ ചോദിച്ചൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു. സർ, ഒരിടത്തും എഴുതിയിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞ ആരൊക്കെ ആകണം, ബന്ധു ആകരുത് എന്ന് എഴുതിയിട്ടില്ല. ബന്ധു പേഴ്സണൽ സെക്രട്ടറി ആകുന്നതിൽ എന്തെങ്കിലും അയോഗ്യതയുണ്ട് എന്ന് ഒരിടത്തും എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിലെ ഒരു സുപ്രധാനമായ ഉറപ്പ് സ്വജനപക്ഷപാതം കാട്ടില്ല എന്നാണ്. അല്ല, ഇവിടെ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യോഗ്യത കൊണ്ട്, ഈ നിയമനങ്ങളെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. അതിനല്ലാതെ അത് ഇടതുപക്ഷം നടത്തിയാലും UDF നടത്തിയാലും ഇനിയിപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJPക്കാർ നടത്തുന്നതും സർക്കാർ ജീവനക്കാരെ അവർക്ക് കൊടുത്തിരിക്കുന്ന സെക്രട്ടറിമാരൊഴിച്ച്, ഇപ്പോൾ സുമേഷിനറിയാം, ഞങ്ങൾക്ക് പേഴ്സണൽ സെക്രട്ടറിമാർ PAമാരായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ തന്നിട്ടുണ്ട്. ഇനി ഒരാൾ 1-2 ആളെ നമുക്ക് എന്താ പറയുക രാഷ്ട്രീയ നിയമനം അത് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ രാഷ്ട്രീയ നിയമനം നമ്മൾ നടത്തുമ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പോൾ CPM പോലൊരു പാർട്ടിയിലാണെങ്കിൽ ഇന്നയാളെ നിങ്ങൾ നിയമിക്കണമെന്ന്, കോൺഗ്രസ്സിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ലിബറലായി, ഏതായാലും എന്ന് വെച്ചാൽ ലിബറലായി എന്ന് പറയുമ്പോൾ ഇത് സണ്ണി ജോസഫിൻ്റെ ആഗ്രഹപ്രകാരം നടന്നതാണോ? അല്ലല്ല, ഇത് കണ്ണൂരിലെ കുറച്ച് ലിബറലാണെന്നൊരു സൂചന താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി CPM പോലൊരു പാർട്ടിയിൽ ഇന്ന ഒരാളെ MLAയുടെ പേഴ്സണൽ സെക്രട്ടറി ആക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ അപ്പീലില്ല. ഇനിയിപ്പോൾ MLAക്ക് KPC പ്രസിഡന്റാണ്, കണ്ണൂരിലെ വലിയ നേതാവാണ്. ലിബറൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ സണ്ണി ജോസഫിന്റെ ചോയ്സ് ആണ് ബെന്നി തോമസ്. അല്ല, സണ്ണി ജോസഫിൻ്റെ ചോയ്സ് മാത്രമല്ല, ബെന്നിയെ മാത്രമല്ല അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, മറ്റ് PS കൊണ്ടല്ലോ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. അവരുടെ കൂട്ടത്തിൽ ഒരാളായി. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്തത് സണ്ണി ജോസഫാണ്. അത് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമാണ് ശ്രീ ബെന്നി തോമസിനെ ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ ശുപാർശയുടെ ഭാഗമായി അല്ല, അതെന്താണെന്നറിയോ, പക്ഷേ ഇന്ന് സഭയ്ക്കകത്ത് മന്ത്രി അത് പറഞ്ഞിട്ടില്ല. ഇത് പൊളിറ്റിക്കൽ നിയമനമാണ്. ആ പൊളിറ്റിക്കൽ നിയമനം എൻ്റെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ശ്രീ ബെന്നി തോമസിനെ നിയമിച്ചതെന്നൊരു വിശദീകരണം മന്ത്രിയുടെ വന്നിട്ടില്ല. അവിടെയാണ് ഈ ലിബറൽ സ്പേസ് മന്ത്രി എടുത്തതാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിലൂടെയാണ് ബെന്നി തോമസ് വന്നത് തോന്നിക്കുന്നത്. ശരത്തെ കോൺഗ്രസിന്റെ വക്താവായിട്ടാണല്ലോ ഞാനിവിടെ സംസാരിക്കാൻ വരുന്നത്. അല്ല, സഭയ്ക്കകത്ത് മന്ത്രി പറഞ്ഞില്ല എന്നാ ഞാൻ പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞല്ലോ. മന്ത്രി അതിനകത്ത് ആ ചോദ്യത്തിനകത്ത് ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അടിയന്തര പ്രമേയത്തിൻ്റെ അകത്ത് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലും PSCയിലെ റാങ്ക് ലിസ്റ്റിനെ വെട്ടിമാറ്റിക്കൊണ്ടോ അതല്ല എങ്കിൽ ആർക്കെങ്കിലും യോഗ്യരായവർക്ക് ലഭിക്കേണ്ട നിയമനത്തെ അല്ല, അത് പൊളിറ്റിക്കൽ ആ പൊളിറ്റിക്കൽ നിയമനത്തെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചു. അതായത് ഇത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാകാം എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു മറുപടി അർഹിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ സഭയിൽ ഉന്നയിച്ചാൽ ഈ സർക്കാർ ഒരുപക്ഷെ നാളെ ഈ മറുപടി പറയാതിരുന്നേക്കും. നിങ്ങൾ ചോദിച്ചോളൂ, പക്ഷേ നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല എന്ന സർക്കാരിൻ്റെ ഒരു മനോഭാവം കൂടി ഈ 2 ആഴ്ചക്കകം വെളിപ്പെട്ടു എന്നൊരവസ്ഥ. മൂന്നാമത്തെ കാര്യം, ശ്രീ ബെന്നി തോമസിൻ്റെ ബയോഡേറ്റയാണ് ഇവിടെ വായിച്ച് വിശദീകരിച്ച് ഇതിന് മറുപടിയായി ശ്രീ സേനാപതി വേണു പ്രേക്ഷകരോടായി പറഞ്ഞു വെച്ചത്.
പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവർ എടുത്തിരിക്കുന്നൊരു സ്റ്റാൻഡും. നേരത്തെ സജീവൻ സാറൊക്കെ പറഞ്ഞ പോലെ കേരളത്തിൽ പിന്നെ UDF എന്ന നിലയിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഇലക്ഷന് മുന്നേ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയ മുദ്രാവാക്യങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമുള്ള നിലപാടുണ്ട്. മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടും ശരത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഞങ്ങളല്ല ഈ വിഷയം കൊണ്ടുവന്നത്. ഞങ്ങളാണോ? ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ CPM പൊളിറ്റിക്കലായിട്ട് എന്നോട് പ്രതികരിച്ചോ? വലിയ വാർത്തയും വിമർശനവും വന്നത് ന്യൂ മീഡിയയിലൊക്കെ, വളരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ, കണ്ണൂരിലൊക്കെ ബഹുമാനപ്പെട്ട സേനാപതിയോട് ഞാൻ പറയാം, ഞങ്ങൾക്കിപ്പോൾ ബെന്നി തോമസിനോടൊന്നും യാതൊരു വിരോധവും ഞങ്ങൾക്കില്ലല്ലോ. എത്ര കടുത്ത വിമർശനമാണ് അവിടെ നവമാധ്യമങ്ങളിലൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. അങ്ങനെ കാര്യം വരുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ സ്ഥലം മാറ്റത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു കാര്യം, KPCCയുടെ അധ്യക്ഷനാണ്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു നിയമനം വരുമ്പോൾ ഞങ്ങളത് കടുത്ത വിമർശനം. അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായി കേരളത്തിൽ ഇത് ബന്ധു നിയമനമാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയായത് എന്ന് സംസ്ഥാനത്തോട് നടന്ന് പ്രസംഗിച്ചില്ലേ? എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്ത് ലോജിക്കിലാണ്? അങ്ങനെയെല്ലാം പ്രചരണം നടത്തി നിങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ മാറ്റുന്നു. അതിനെ എന്നിട്ട് നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ബഹുമാന്യനായ സേനാപതി വേണുവിടെ നിലപാടാൻ എനിക്ക് തോന്നുന്നില്ല സഭയ്ക്കകത്തിന്ന് ബഹുമാനപ്പെട്ട KCB പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി അങ്ങേയറ്റം എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നതാണല്ലോ, ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതെയാണ് ഇതിനോട് ഇന്ന് പ്രതികരിച്ചത്. ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പറയാമല്ലോ. ഞങ്ങൾ കണ്ണൂർ ജില്ലാ DCC തീരുമാനം പൊളിറ്റിക്കലായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരാളെ അവർ തന്നിരിക്കുന്നു, അതിലെനിക്ക് വേറൊന്നും പറയാനില്ല. ഞാനും അതാണ് ആ ഒരു സംശയം എന്ന കാര്യം അദ്ദേഹത്തിന് പറയാം. അങ്ങനെ ഒരു പറയുന്ന ഒരു നിലയല്ല സ്വീകരിച്ചത്. സ്വാഭാവികമായും ഇത് വലിയ വിമർശനം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്.